ഗുഡ് മോർണിംഗ് എവരിബഡി. പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം, ജീവമന്ന, ബ്രെഡ് ഓഫ് ലൈഫ്. ദൈവം എങ്ങനെയാണ് സ്വർഗീയ പിതാവിനെ നമ്മൾ മഹത്വപ്പെടുത്തുന്നത്? എങ്ങനെയാണ് വിശദീകരിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ നാമം? സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശദീകരിക്കപ്പെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ദിവസവും നിങ്ങളത് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥമാണ് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരം, നമ്മുടെ ശരീരമാണ് ദൈവത്തിൻ്റെ ആലയം അല്ലെങ്കിൽ വീട്. മൈ ബോഡി ഈസ് യുവർ ഹോം, ഗോഡ് യു ആർ ഡ്വെല്ലിങ് ഇൻ മീ എന്ന് എന്നും നിങ്ങളെ തന്നെ ഓർപ്പിക്കണം. എന്നും ഓരോ അവയവം വിശുദ്ധീകരിക്കപ്പെടും. എന്നും ഓരോ അവയവം വിശുദ്ധിയിലേക്ക് വളരുവാൻ നിങ്ങൾ അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. ഈ വചനവും നിങ്ങൾക്ക് ഒത്തിരി സഹായിക്കും. അതുകൊണ്ട് ഇത് കേൾക്കുക, മറ്റുള്ളവരെ അറിയിക്കുക, ഫോർവേഡ് ചെയ്യുക. എത്ര പേരെ അറിയിക്കാമോ അതുപോലെ നിങ്ങൾ അറിയിക്കണം. അപ്പോൾ സ്വർഗീയ പിതാവിനെ നിങ്ങൾ മഹത്വപ്പെടുത്തിയാണ്. സ്വർഗീയ പിതാവിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടുകയാണ്. യേശുവിൻ്റെ നാമമാണ് എല്ലാ നാമത്തിലും മേലായ നാമം. യേശുവിൻ്റെ നാമം, ദ നെയിം അബവ് ഓൾ നെയിം. അപ്പോൾ ആ നാമം നമ്മൾ മഹത്വപ്പെടുത്തണം. യേശുവിനെ തള്ളി പറയരുത്, യേശുവിനെ ഉയർത്തണം. എവിടെ ചെന്നാലും ഐ വിൽ സ്റ്റാൻഡ് ഫോർ ജീസസ്, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്. ജീസസിൻ്റെ നെയിമാണ് നിങ്ങൾ ഉയർത്തേണ്ടത്. ആമേൻ. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടു, ഇന്നലെ കാലുകൾ കൊണ്ട് നമ്മളെങ്ങനെ കർത്താവിനെ മഹത്വപ്പെടുത്തണം. ആദ്യമേ കാലുകൾ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടൽ പ്രാപിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ നന്മ പ്രവൃത്തി കാലുകൾ കൊണ്ട് എന്തൊക്കെ ചെയ്യാം എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. ഇന്ന് ന്യൂ ലിപ്സ്, നമ്മുടെ നല്ലൊരു അധരം ദൈവം തന്നിട്ടില്ലേ? എത്ര പേർക്കുണ്ട് ബ്യൂട്ടിഫുൾ ലിപ്സ്? അപ്പോൾ ലേഡീസൊക്കെ ഇങ്ങനെ ലിപ് ലൈനറും ലിപ്സ്റ്റിക്കും ഒക്കെ ഇടേണ്ട ആവശ്യമില്ല. ദൈവം ഓൾറെഡി കേർവ്ഡ് യുവർ ലിപ്സ് വെരി നൈസ്ലി, അല്ലേ? നല്ല മനോഹരമായിട്ട്. ഞാനെപ്പോഴും ഓർക്കുമായിരുന്നു, എൻ്റെ ലിപ്സ് ഒത്തിരി തിൻ ലിപ്സ് ആണല്ലോ. എൻ്റെ കല്യാണം കഴിഞ്ഞപ്പം എൻ്റെ ഭർത്താവ് പറയാണ്, നമ്മുടെ ചുണ്ടൊന്ന് വെച്ച് മാറാമെന്നങ്ങനെ. മീൻസ് എൻ്റെ ലിപ്സ് ചെറുതാണ്, പക്ഷേ ദൈവം എനിക്ക് പറ്റിയ ലിപ്സാണ്, എൻ്റെ മുഖത്തിന് പറ്റിയതാണ് ദൈവം തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊന്നും കമ്പയർ ചെയ്യേണ്ട. എൻ്റെ കണ്ണ്, എൻ്റെ ലിപ്സ്, എൻ്റെ മൂക്കൊക്കെ ഐശ്വര്യ റോയ് പോലെ അല്ലെങ്കിൽ ആ സിനിമാ നടൻ പോലെ ആകണമേ എന്ന് നമ്മളൊരിക്കലും ആഗ്രഹിക്കേണ്ട. ദൈവം നമ്മളെ മനോഹരമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവം നമുക്ക് ഗിവൺ അപ്രോപ്രിയേറ്റ് ആൻഡ് കറക്റ്റ് അവയവങ്ങളൊക്കെ തന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ കംപ്ലയിൻറ്റ് പറയാതെ ഉള്ളത് എല്ലാം വെച്ച് ദൈവത്തെ സ്തുതിക്കുക. ഏത് കളറാണോ, ഏത് ലോങ് ആണോ, ഷോർട്ടാണോ, മനോഹരമാണോ, വലുതാണോ, തിക്കാണോ, തടിച്ച ചുണ്ടാണോ, തിൻ ലിപ്സാണോ, എന്നൊക്കെയാണേലും നിൻ്റെ മുഖത്തിന് ചേരുന്നതാണ് ദൈവം നിനക്ക് തന്നിരിക്കുന്നത്.